അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളുടെ ഇതിഹാസം എന്തായിരുന്നു, അതിലെ ചർച്ചാ വിഷയം എന്തായിരുന്നു, ആ ആയത്തുകളിൽ ഈ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹ് സൂചിപ്പിച്ച വിഷയങ്ങൾ എന്തായിരുന്നു? ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന് പറയുന്ന പാരത്രിക ലോകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, പരലോക ജീവിതത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അവിടുത്തെ രക്ഷാശിക്ഷകളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ധാരാളമായി മക്കിയായ സൂറത്തുകളിൽ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെടുകയും പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുകയും നരകത്തിന്റെ ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ച് ബോധ്യപ്പെടുകയും പരലോകത്ത് സ്വർഗത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്തപ്പോ, പരലോകത്ത് വിജയിക്കണോ, നിങ്ങൾ വ്യഭിചാരം അവസാനിപ്പിക്കണം, പലിശ ഒഴിവാക്കണം, കളവ് പറയുന്നത് നിർത്തണം, പാപങ്ങൾ നിങ്ങൾ നിർത്തണം, മക്കളെ കൊല്ലുന്നത് നിർത്തണമെന്ന് പറഞ്ഞപ്പോ സഹാബത്തിന് തടസ്സമില്ല. പാപങ്ങൾ ഒഴിവാക്കാൻ അവർക്ക് തയ്യാറാണ്. സമയം വേണമെന്നവർ ആവശ്യപ്പെട്ടില്ല. ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം എന്ന് അവര് സമയം ചോദിക്കാതെ പറഞ്ഞ കൽപ്പന അപ്രകടി ആ സമയത്ത് തന്നെ പ്രാവർത്തികമാക്കുന്ന അവസ്ഥയിലേക്ക് സഹാബത്തിനെ പരിവർത്തിപ്പിച്ചത് അവരുടെ മനസ്സിൽ പരലോകം കയറിയപ്പോഴാണ്.